നല്ല ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ലൂക്കോസിന്റെ സുവിശേഷം 8-25 പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിത പടകിലുണ്ട്, നമ്മുടെ യാത്രയിലുണ്ട്, ഓഫീസിലുണ്ട്, വീട്ടിലുണ്ട്, യാത്രയിലുണ്ട്. എവിടെ നാം ആയിരുന്നാലും അവിടെയെല്ലാം നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് എപ്പോഴും ജീവിതത്തിലുണ്ടാകണം. ആ ഉറപ്പാണ് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നമ്മെ ജയത്തോടെ നിർത്തുന്നത്. ആ ഉറപ്പാണ്. ശിഷ്യന്മാരുമായുള്ള ഒരു യാത്രയിൽ നേരിട്ടതായ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവർ വാവിട്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ? അവർ പ്രാണഭയത്തിലായി ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ ഉണർത്തുകയാണ്. ഒരു കാര്യം അറിയണം, ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായവൻ കൂടെയുണ്ട്. യേശു പറഞ്ഞു, ലോകത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനായ ഒരു കർത്താവ്, വാക്ക് മാറാത്ത ഒരു നല്ല നാഥൻ നമ്മോട് കൂടെ ഉള്ളപ്പോൾ ജീവിത പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ ധീരരായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ആർജവമുള്ളവരായി നാം മാറേണ്ടത് ആവശ്യമാണ്. പ്രിയ ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ നേരിടുന്നതായ കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അറിയുന്നവനായ ഒരു ദൈവമുണ്ട്. പലരും ചിന്തിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത നിലയുള്ള ഈ കഷ്ടതകൾ, ഇത്ര വലിയ പ്രതികൂലങ്ങൾ, ഈ വലിയ രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടായി? എന്തുണ്ടായി എങ്കിലും അവയിൽ നിന്നെല്ലാം വിടുവിപ്പാൻ കഴിയുന്നവൻ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുകയും നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിയട്ടെ. ഒരു പ്രതികൂലത്തിന് നിന്നെ മുക്കിക്കളയാൻ കഴിയുകയില്ല. കാറ്റും കോളും തിരമാലകളും എല്ലാം ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കാം. പക്ഷെ അത് നിന്നെ മുക്കുവാൻ വേണ്ടിയുള്ളതല്ല, നിൻ്റെ ജീവിതത്തിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനുള്ളതാണ് എന്ന തിരിച്ചറിവോടുകൂടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ. അവൻ്റെ ശബ്ദത്തിന് മുമ്പാകെ അമരാത്തതായിട്ടൊന്നുമില്ല. അവൻ്റെ ശബ്ദത്തിന് മുമ്പാകെ ശാന്തമാകാത്തതായ ഒന്നുമില്ല. അവൻ്റെ ശബ്ദത്തിന് മുമ്പാകെ മാറിപ്പോകാത്തതായിട്ടൊന്നുമില്ല. സകല ഗർജനങ്ങളും നിർത്തുന്നവനായ ഒരു ദൈവമുണ്ട്. ആ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് മാത്രം മുൻപോട്ട് ജീവിപ്പാൻ കഴിയട്ടെ. പ്രതികൂലങ്ങളോട് പറയാൻ ധൈര്യമുണ്ടാകട്ടെ. പ്രതികൂലമേ, നീ എനിക്കൊരു പ്രതികൂലമല്ല, മറിച്ച് എനിക്ക് പ്രതികൂലത്തെ ശാന്തമാക്കുന്ന ഒരു യേശുവുണ്ട്. നീയല്ല എനിക്ക് വലുത്, എൻ്റെ യേശു അപ്പനാണ് എനിക്ക് വലുത് എന്ന് ഏത് പ്രതികൂലത്തോടും ധൈര്യമായി പറയുവാനുള്ള ആർജവമുള്ളവരായി മാറുവാൻ കഴിയട്ടെ. പ്രിയ പിതാവേ, നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ കണ്ട് തളരുവാനല്ല, അതിൻ്റെ മേൽ ജയം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കുന്നൊരു കർത്താവുണ്ടെന്നുള്ള നല്ല ബോധ്യത്തിൽ ജീവിക്കാനുള്ള കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, അനാമേൻ.